നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ 100 പേരിൽ 1000 പേര് പറഞ്ഞൊന്നിരിക്കട്ടെ, ഒന്നും നടക്കുകയില്ല, ഒന്നും ശരിയാകുകയില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാണോ ആ പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചത്, അതത് വളർന്നിരിക്കും. ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കുന്നൊരു വെള്ളിയാഴ്ചയാണിന്ന്. ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തുമസ് കഴിഞ്ഞ 26-ാം തീയതി ഒത്തിരി യാത്രകളും പ്രിയപ്പെട്ടവരുടെ സന്ദർശനങ്ങളൊക്കെയുള്ള നല്ല ദിവസങ്ങളാണ്, അവധി ദിവസങ്ങളാണ്. എന്നിട്ട് പോലും പ്രാർത്ഥിക്കാൻ, ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാൻ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ വർഷം മുഴുവൻ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും ഒരുപാട് ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. എത്രയോ കരഞ്ഞ് തളർന്ന് തകർന്നു പോയ സാഹചര്യങ്ങൾ വീട്ടിലുണ്ടായി. ചില്ലുപാത്രം പോലെ പൊട്ടിയ സമയങ്ങളുണ്ടായി. ജീവിതം അങ്ങ് അവസാനിച്ചു എന്നങ്ങ് തോന്നിപ്പോയ സമയങ്ങളുണ്ടായി. ഇതിൽ നിന്നൊരിക്കലും മറികടക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, ദൈവമേ, ഈ ആയുസ്സിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്നൊരനുഗ്രഹം മാത്രമല്ല വേണ്ടത്. തലമുറയായി നിലനിൽക്കുന്നൊരനുഗ്രഹം തന്ന് എന്നെ ഇവിടെ വച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഈ ആയുസ്സിൻ്റെ അവസാനം വരെ മാത്രമല്ല, എൻ്റെ തലമുറയായി നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞൊരു വർഷത്തെല്ലാവരും ഒത്തിരി ആയിരക്കണക്കിന് മനുഷ്യർ ഈ ദൈവാരാധനയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് പ്രത്യാശ കൊടുത്തൊരു സ്ഥലമാണിത്. അനേകരെ ആശ്വസിപ്പിച്ച സ്ഥലമാണിത്. അനേകരെ ബലപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അനേകരെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാക്കിയ സ്ഥലമാണ്. നമുക്കെല്ലാവർക്കും ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച്, നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഹാ എത്രയോ മധുരം. ഇതെല്ലാം അവരവരുടെ ജീവിതത്തെ നോക്കിയിട്ട് ഒന്ന് പാടി നോക്കുവാണ്. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ അത് മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും നാവിലെത്ര മധുരമാണത്. സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. അർത്ഥമറിഞ്ഞൊന്ന് പാടുമോ? നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. എത്രമാത്രം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാമിലെത്ര മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിലെത്ര മധുരം. ഇവിടെയുള്ള ശുശ്രൂഷകളും ഇവിടെ നിന്ന് കേട്ട വചനങ്ങളും എത്രയോ ശ്രേഷ്ഠമായത് മാറി
ഒരിക്കൽ കൂടി എല്ലാ അധരങ്ങളും തുറന്നൊരുമിച്ച് പാടുമോ? വിശ്വാസത്തോടെ പാടുമോ? നിൻ സ്നേഹം പറഞ്ഞേ, ഞാൻ രുചിച്ചു, ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. പറ്റുമ്പോലൊന്ന് പാടിയേ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിലെത്ര മധുരം. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നിനച്ചതിലും നിനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. അർത്ഥമറിഞ്ഞെന്ന് പാടുമോ? നിനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. അതുകൊണ്ട് ആ കരമുയർത്തി കണ്ണുകൾ അടച്ചു. കരങ്ങൾ താഴ്ത്തി കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ, അടുത്ത വരി അങ്ങനെയാണ്, കഴിഞ്ഞ കാലം. നമ്മളൊക്കെ ചിലരോട് പറയാറുണ്ട്, കഴിഞ്ഞ കാലം ദയവ് ചെയ്ത് അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഇതൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിക്കുവാണ്. നിങ്ങളത് വീണ്ടും എന്നെ വല്ലാതെ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ കാലം എങ്ങനെയാണ് കഴിഞ്ഞ കാലമൊക്കെ പോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തോന്നും നൂൽപ്പാലത്തിലൂടെയായിരുന്നു, തകർന്നു പോകേണ്ടതായിരുന്നു, ഈ ഭൂമിയിൽ തന്നെ ചിലപ്പോൾ അപ്രത്യക്ഷമായി പോയനെ, മണ്ണായി പോയനെന്ന്. കഴിഞ്ഞ കാലം ഓർത്തിടുമ്പോൾ ഇതിനൊന്നും ഞാൻ ഒരു യോഗ്യനുമല്ല, ബലഹീനനായ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. അർത്ഥം അറിഞ്ഞൊന്നും കൂടെ പാടുവാണത്. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. എല്ലാവരും ഒന്ന് പാടിയേ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. എന്താ പാടിയത്? ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ ആ പ്രാർത്ഥനകളെല്ലാം മനസ്സിലോർത്തേ. നല്ല ഒത്തിരി സ്വപ്നങ്ങളോടെ ഇവിടെ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന സമയവും സ്ഥലമൊക്കെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ഒരുക്കിയ സ്ഥലമാണിത്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നൊരു സ്ഥലമാണ്. ദൈവം അനേകരെ അനുഗ്രഹിച്ച സ്ഥലമാണ്. അനേകരുടെ കണ്ണുനീർ തുടച്ച സ്ഥലമാണ്. ഈ പാടിയ പാട്ടൊക്കെ 10 പ്രാവശ്യം പാടിയാലും അധികമാകില്ല. നിൻ സ്നേഹം എത്രയോ രുചിച്ചു, ഓ എത്ര ശ്രേഷ്ഠമാണത്. പ്രിയപ്പെട്ടവരെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും രക്ഷിച്ചൊരു ദൈവമുണ്ട്. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാണ്. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പാടിയ പാട്ട് പോലെ തന്നെ ഒത്തിരി നല്ല അനുഭവങ്ങളോടെയാണ് ഈ വർഷത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച നമ്മളിവിടെ നിൽക്കുന്നത്.
ഇന്നലെ ക്രിസ്മസ് ആണ്, എന്നിട്ട് പോലും ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് തികച്ചും അത്ഭുതമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു ഈ നല്ല സമയത്തെ ഓർത്ത്. ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ ഇഷ്ടത്തോടെ ആണെങ്കിലും ഇഷ്ടത്തോടെ അല്ലേലും പേടിക്കണ്ട, അത് അനുഗ്രഹമായിട്ട് മാറും. എനിക്കതൊരാൾ പറയുന്നത് മനസ്സിലായത് ഇങ്ങനെയാണ്: ഉറക്ക ഗുളിക നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അറിയാതെ വായിലിട്ട് അറിയാതെ കഴിച്ചു എന്നിരിക്കട്ടെ, അറിയാതെയാണ് കഴിച്ചതെങ്കിലും ആ ഉറക്ക ഗുളികയുടെ ഇഫക്റ്റ് ആ വ്യക്തിയിലുണ്ടാവുമോ? ഞാൻ അറിയാതെ കഴിച്ചത്, അതുകൊണ്ട് അതിൻ്റെ ഇഫക്റ്റ് നഷ്ടപ്പെടത്തില്ല. എന്ത് ഗുളികയാണോ അറിയാതെ വായിലിട്ട് കഴിച്ചത്, അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. നിങ്ങളിവിടെ ഇഷ്ടത്തോടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇനി ഇതിഷ്ടമില്ലാതെ ആയിരിക്കാൻ ചിലരിയ്ക്കുന്നത്, സാരമില്ല. ഇഷ്ടമില്ലാതെയാണേൽ ഇരിക്കുന്നതെങ്കിലും ഈ വചനത്തിൻ്റെ അനുഗ്രഹം, അതിൻ്റെ റിസൾട്ട് ആ വ്യക്തിയിൽ, ആ വീട്ടിൽ ഉണ്ടായിരിക്കും. അതുറപ്പാണ്. ഹല്ലേലൂയ. എന്നോടൊരാൾ ചോദിച്ചൊരു ചോദ്യം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയുവാണ്: എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമാണുള്ളത്? എന്ത് പ്രത്യേകതയാണുള്ളത്? അതിന് ഉദാഹരണം ഇങ്ങനെയാണ്: നമ്മൾ വിത്ത് മണ്ണിൽ നട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. വിത്ത് മണ്ണിൽ നട്ടു, പയറിൻ്റെയോ പാവലിൻ്റെയോ എന്തിൻ്റെയോ വിത്ത് മണ്ണിൽ നട്ട് നമ്മൾ ആ മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വിത്ത് കിളിർത്തു വരും. ഇതുപോലെയാണ് ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും. എൻ്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ വിത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ഈ പ്രാർത്ഥന ഇങ്ങനെ വന്നു ചേരുകയാണ്. അത് കിളിർക്കും. ആ മണ്ണിൽ നിന്ന് ആ വിത്ത് കിളിർക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും ചില വളർച്ചകളും ഉയർച്ചകളും മാറ്റങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്തിനാ നിയോഗം എഴുതി വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. അത് കിളിർക്കും, അതിന് മാറ്റം ഉണ്ടാവും, അതിന് വിജയം ഉണ്ടാവും, അത് വളരാൻ തുടങ്ങും, അതിലിലകളും കായ്കളും വരാൻ തുടങ്ങും, മാറ്റമുണ്ടാവും. ഹല്ലേലൂയ. ഇന്ന് ഈ നല്ല ദിവസം നല്ലൊരു പാട്ട് പാടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു വചനമാണ്. ആ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട സോജനച്ചൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വചനമാണ്. ഞാനും ആ വാക്യവും ആ ആശയവും കടമെടുത്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അച്ഛൻ ഈ വിഷയം നന്നായിട്ട് പറഞ്ഞു. അത് ചില ആളുകൾ നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ വരുന്നത് ചതിക്കാനാണ്. ചില ആളുകൾ സ്നേഹത്തോടെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ്, നല്ല വാക്കുകളൊക്കെ പറഞ്ഞ്, ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മളെ ചതിക്കാനാണ്. നമ്മളെ ഇത് ബൈബിളിലുണ്ട്. അത് ഈ കുറച്ച് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഇത് പിടികിട്ടിയത്. അത് തിരിച്ചറിയാനുള്ള കഴിവാണ് പലർക്കും ഇല്ലാത്തത്. നമ്മൾ ചിരിക്കുന്ന മനുഷ്യരെ വേഗത്തിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ പലരും തിരിച്ചറിയുന്നത് പിന്നീടാണ്. ഒരാൾ പറഞ്ഞതുപോലെ, ഈ മെഴുകുതിരിയുടെ അകത്തെന്തുണ്ട്? ഒരു നൂലുണ്ട്, ഒരു തിരി. ഈ തിരിയാണ് ഈ മെഴുകിനെ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെപ്പോഴേ മെഴുകുതിരിക്ക് പിടി കിട്ടുള്ളൂ? ലാസ്റ്റ്. അപ്പോഴത്തേക്കും തീർന്നു. ഈ മെഴുകിൻ്റെ അകത്തൊരു തിരിയുണ്ട്, നട്ടെല്ല് പോലെ. ശരിക്കും ഈ മെഴുകിനെ ഉരുക്കുന്നത് മുഴുവൻ ഈ നടുക്ക് നിൽക്കുന്ന തിരിയാണ്, ആ നൂലാണ്. ഇത് മെഴുകുതിരിക്ക് പിടികിട്ടുന്നത് ലാസ്റ്റ്. അപ്പോഴത്തേക്കും മെഴുകും തീർന്നു, തിരിയും തീർന്നുപോയി. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് സ്നേഹിച്ച് അത്രയും അകത്താക്കി വെച്ച ആൾക്കാരുണ്ട്. അവരാണ് ചിലപ്പോൾ നമ്മളെ
ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഒരുക്കിക്കളയുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് രാവിലെ തൊട്ട് ആളുകളെ കണ്ടപ്പോൾ 2 പേരുടെ അനുഭവം അതായിരുന്നു. അവരുടെ കൂടെ അവർ ഏറ്റവും വിശ്വസിച്ച് സ്നേഹിച്ച് നിന്നയാൾ 62 ലക്ഷത്തിലധികം പണം ചതിച്ചു, ഇല്ലാതാക്കി കളഞ്ഞു. വേറെ ഒരു വ്യക്തിയുടെ അനുഭവം കേട്ടത്, അവരുടെ സ്ഥലത്തിൻ്റെ പ്രമാണവും അവരുടെ 19 ലക്ഷം രൂപയും കള്ളത്തരത്തിൽ കൂടെ നിന്ന് ഇല്ലാതാക്കി. ഇപ്പോൾ അക്കൗണ്ടിൽ വെറും 200 രൂപ മാത്രം. അപ്പോൾ അവർ ബാങ്കിൽ ചെന്നപ്പോൾ അവരോട് ഈ പറ്റിച്ചയാൾ പറയുവാണ്, നിങ്ങളെ ബാങ്കുകാരാ പറ്റിച്ചതെന്ന്. ബാങ്കിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ ഒരു കസേര ഇരുത്തി, സഹോദരി ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ബാങ്കുകാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളാണ് നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ പണവും കൈക്കലാക്കിയതെന്ന് ബാങ്കിൽ നിന്നൊരാൾ വിളിച്ചു. ബാങ്ക് ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു. ഈ തിരി പോലെ തന്നെ നൂലകത്ത, പുറത്തല്ല. ഇത് നിന്ന് കത്തുകയാണ്. ഇതിനെ പതുക്കെ ഉരുക്കി ഇല്ലാതാക്കി കളയും. സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ചിലരാണ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാവിയെ, സ്വപ്നങ്ങളെ ഉരുക്കി കളയുന്നത്. ഇത് പിടികിട്ടുമ്പം ഒരുപാട് സമയവും കാലവും വയസ്സും ഒക്കെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ചതിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിവ് വേണം. എന്ത് വേണം? ചതിക്കാൻ വരുന്ന ആളാണോന്ന് ഗുണിച്ച് ഹരിച്ച് കൂട്ടി കുറച്ച് കണ്ടുപിടിക്കണം. അതിന് കുറച്ച് ബുദ്ധി പോരാ. ആ ബുദ്ധിയോട് ചേർന്ന് ഇച്ചിരി ദൈവബുദ്ധിയും കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, ഈ പുള്ളി കൂടെ നിൽക്കുന്നത് എന്നെ തകർക്കാനാണ്. ചില കാര്യങ്ങൾ ചിലരോട് പറഞ്ഞാൽ ആർക്കും പിടികിട്ടത്തില്ല, അവർ മനസ്സിലാക്കത്തില്ല. അവർ ഭയങ്കരമായ ആ വ്യക്തിയെ വിശ്വസിക്കും, ഭയങ്കരമായിട്ട്. അവരുടെ അപ്പനോ അമ്മ സഹോദരൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവരാ വ്യക്തിയെ അത്രമേൽ ഇഷ്ടപ്പെടും. ആ വ്യക്തി 100ൽ 1 കോടി പോലും ചതിക്കത്തില്ല, ഒരു തരി പോലും സംശയിക്കത്തില്ല. അത്ര നല്ലതാണ് ആ വ്യക്തി. എന്നാൽ ഇന്ന് കരയുന്നത് ആ വ്യക്തിയെ ഓർത്തിട്ട് മാത്രമാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും വർഷങ്ങൾ കുറേ കഴിഞ്ഞുപോയി. ഞാൻ ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാന ദിവസം, അവസാന വെള്ളിയാഴ്ച ഈ വചനം നിങ്ങളോട് പറയുവാണ്. നിങ്ങളുടെ അടുത്തും സ്നേഹത്തോടെ വരുന്ന നല്ല മനുഷ്യരുണ്ട്, അവരെ പിണക്കണ്ട. സ്നേഹത്തോടെ വരുന്ന ആരെയും പിണക്കണ്ട. ചതിയില്ലാത്ത ആരോടും ശത്രുത വേണ്ട. പക്ഷെ ചില ആളുകൾ സ്നേഹത്തോടെ വരുന്നത് നമ്മളെ തകർക്കാനാണ്, ഇല്ലാതാക്കാനാണ്, ചതിക്കാനാണ്. അവരൊരു സുപ്രഭാതത്തിൽ വന്നേച്ച് വേറൊരു സുപ്രഭാതത്തിൽ പറയാതെ ഇറങ്ങി അങ്ങ് പോവും. അപ്പം നമ്മളോർക്കും പുള്ളിക്കൊന്ന് പറഞ്ഞിട്ടേലും പോകാമായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ കൂടെ നിൽക്കുക. ചതിക്കുന്നവരുടെ മുമ്പിൽ ജീവിതം തുറന്നു വയ്ക്കരുത്. അത് മനസ്സിലാകാനൊരു നല്ല കഴിവ്. എത്ര ലക്ഷക്കണക്കിന് രൂപയാണെന്നറിയാമോ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യൻ ചതിച്ചു വാങ്ങിയത്? വീട് പോയി, സ്ഥലം പോയി, ഭാവി പോയി, നാട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥയായി. ഈ നാട്ടിൽ നിന്ന് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് ചിലർ പോയി, കേരളം വിട്ട് കർണാടകയിലേക്ക് ചിലർ പോയി, ചിലർ ആന്ധ്രയ്ക്ക് പോയി, ചിലർ ഈ രാജ്യം വിട്ട് വേറെ രാജ്യങ്ങളിൽ പോയി. ഫോൺ ഉപയോഗിക്കാൻ പേടി, വാട്സപ്പ് ഉപയോഗിക്കാൻ പേടി, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പേടി, എല്ലാം അവർക്ക് ഭയമാണ്. അവർ നമ്പർ തരുമ്പോൾ പറയും, എൻ്റെ നമ്പർ ആർക്കും കൊടുത്തേക്കല്ലേ, നമ്പറൊന്നും ആർക്കും ഒന്നും കൊടുത്തേക്കല്ലേ, എന്നെ നിങ്ങളൊന്നും പറഞ്ഞേക്കരുത്, ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇച്ചിരി മാറി നിൽക്കുക, എന്നാ പറ്റിയതാ. അവർ പറയുന്നതും കൂടെ നിന്ന് ചതിച്ച, കൂടെ നിന്നേച്ച് ഈ മെഴുകുതിരിയുടെ അകത്തിരിക്കുന്ന തിരി പോലെ അകത്ത് കയറി ഇരുന്നിട്ടാണ് പല ജീവിതങ്ങളെയും തകർത്തു തരിപ്പണമാക്കിയത്. സ്നേഹത്തോടെ ചതിക്കുന്നവരെ മനസ്സിലാക്കാൻ ദൈവ കഴിവ് നമുക്ക് വേണം.
എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം. ക്രിസ്മസിനൊക്കെ വായിക്കുന്ന വചനമാണ്. നിങ്ങൾ ഇതിനേക്കാൾ നന്നായിട്ട് ഈ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഈ വാക്യം ഒന്ന് വായിക്കുകയാണ്. 1 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഹേറോദോസ് രാജാവിന്റെ കാലത്ത്, ശ്രദ്ധിച്ചു വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഒപ്പം സഞ്ചരിക്കണം. ഹേറോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. ജ്ഞാനികൾ, നല്ല ബുദ്ധിയുള്ളവർ, ജ്ഞാനമുള്ളവർ, ജ്ഞാനികൾ ഹേറോദോസ് രാജാവിൻ്റെ കാലത്ത് ബെത്ലഹേമിൽ യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അന്വേഷിച്ചു. ജ്ഞാനികൾ ചെന്ന്, ജ്ഞാനികൾ സമൂഹത്തിൽ, രാജ്യത്തിൽ വിലയുള്ളവരാണ്, നല്ല സ്ഥാനമുള്ളവരാണ്. അവർ ചുമ്മാ ഒരു കാര്യവും പറയാറില്ല. വായി വരുന്നത് പറയുന്നവരല്ല ജ്ഞാനികൾ. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് രാജ്യത്തിനും രാജാവിൻ്റെ അടുത്തും വിലയുണ്ട്. 2-ാമത്തെ വാക്യം, അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ പോവുക. എവിടെയാണ് രാജാവായി ജനിച്ചവനെന്ന് ചോദിച്ചു. വഴി കാണിച്ചു തരുന്ന നക്ഷത്രങ്ങളുമുണ്ട്, വഴി തെറ്റിക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട്. ഇത് രണ്ടും നക്ഷത്രമായിരിക്കും, കാണുമ്പോൾ നക്ഷത്രത്തെ പോലൊക്കെ ആയിരിക്കും. വഴി കാണിച്ചു തരുന്ന നക്ഷത്രമുണ്ട്, നിങ്ങളെ വഴി തെറ്റിച്ച് എങ്ങോട്ടേലും കൊണ്ട് ചാടിക്കുന്ന നക്ഷത്രങ്ങളുമുണ്ട്. ചില ആളുകളുടെ കൂട്ടുകെട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവരോട് പറയാൻ പറ്റിയിട്ടുണ്ട്, നിൻ്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്ന നക്ഷത്രങ്ങളാണ്, നിൻ്റെ നന്മയെ ഇല്ലാതാക്കുന്ന നക്ഷത്രങ്ങളാണ്. ചില ആളുകൾ, ചില സുഹൃത്തുക്കൾ, ചില ബന്ധങ്ങൾ നമ്മളെ നേർവഴിക്ക് എത്തേണ്ടിടത്തെത്തിക്കുന്ന നക്ഷത്രങ്ങളാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ, നല്ല സമയത്ത് കൂടെ നിൽക്കുന്ന പലരും വഴി തെറ്റിക്കുന്ന നക്ഷത്രങ്ങളാണ്. നമ്മളെ തകർത്ത് തരിപ്പണമാക്കി കളയും, ഏതെങ്കിലും കുഴി കൊണ്ട് ചാടിക്കും, ഏതെങ്കിലും നഷ്ടത്തിൽ ചെന്ന് ചാടിക്കും. എന്നാൽ ചില നക്ഷത്രങ്ങൾ നമ്മളെ വഴി തെളിച്ചു വിടും, എത്തേണ്ട സ്ഥലത്ത് നമ്മളെ എത്തിക്കും. ഈ പ്രാർത്ഥനാലയം, ഈ ചെറിയ സ്ഥലം, ഇത് അനേകരെ വഴി കാണിച്ചു കൊടുത്ത നക്ഷത്രമാണ്. അനേകർ പ്രാർത്ഥിച്ചിട്ട് ശരിയായ തീരുമാനമെടുത്ത സ്ഥലമാണ്. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് ചിന്തിച്ച് കറക്റ്റ് റൂട്ട് കയറിയവരാണ്. ഈ ശുശ്രൂഷാലയും അനേകർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രമാണിത്. ഹല്ലേലൂയ. അങ്ങനെ നക്ഷത്രം കാണിച്ചതനുസരിച്ച് ഇത് കേട്ട് ഹേറോദോസ് രാജാവ് അസ്വസ്ഥനായി. ഇത് കേട്ടിട്ട് പുള്ളിയാണെങ്കിൽ അസൂയയുടെ കൂടാണ്. രാജാവായി ഒരാൾ ജനിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ രാജാവ് എന്തുണ്ടായി? ഇത് കേട്ട് ഹേറോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവൻ അസ്വസ്ഥനായി. 5-ാമത്തെ വാക്യം, അവർ പറഞ്ഞു യൂദയായിലെ ബെത്ലഹേമിൽ. 6-ാമത്തെ വാക്യം, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞ വാക്കാണ്. ഹേറോദോസ് രാജാവ് സ്നേഹത്തോടെ പറയുക. ഇത് കേട്ടാൽ നമ്മളും അങ്ങ് വിശ്വസിച്ച് പോവും. ജ്ഞാനികളോട് പറയുവാണ്. ഉറക്കെ വായിച്ചേ. അപ്പോൾ ഹേറോദോസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ചു. ആ ജ്ഞാനികളെ, ആ ബുദ്ധിയുള്ള ആൾക്കാരെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. 8-ാമത്തെ വാക്യം, അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. ആ ശിശുവിനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞ വാക്കാണ്, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ട. അതാ ആ വാക്ക്. ഹേറോദോസ് രാജാവ് ഇവിടെ അസ്വസ്ഥനായിട്ടിരിക്കുക. അദ്ദേഹം അവരോട് പറയുക, നിങ്ങൾ പോയേച്ച് സ്ഥലം കണ്ടുപിടിച്ച്
പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഇതേ വഴിക്ക് തന്നെ വരണം. എനിക്കും അവിടെ പോയി ആ കുഞ്ഞിനെ ആരാധിക്കണം. സ്നേഹത്തോടെയാണ് ഇത് പറഞ്ഞ്, ദേഷ്യത്തോടെയൊന്നുമല്ല. ഇതൊക്കെ കേട്ടാൽ പെട്ടെന്ന് നമ്മളൊക്കെ അങ്ങ് വിശ്വസിക്കും. അപ്പോൾ ഈ ജ്ഞാനികൾ അതൊക്കെ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു ചെന്ന് ശിശുവിനെ കണ്ട് ആരാധിച്ച് പൊന്നും മീറയും കുന്തിരിക്കോ സമർപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവർ പോയി. പക്ഷെ അത് ദുരുദ്ദേശത്തോടെയാണ് പറഞ്ഞ്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം, നശിപ്പിക്കണമെന്ന അസ്വസ്ഥതയുള്ള മനസ്സോടെയാണ് പറഞ്ഞത്. കൂടെ നിൽക്കുന്നവരെ, എത്ര ചിരിച്ചു വർത്താനം പറയുന്നവരെ, മയക്കി വർത്താനം പറയുന്നവരെ, ഭയങ്കരമായി സുഖിപ്പിച്ച് വർത്താനം പറയുന്നവരെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അവരുടെയൊക്കെ ഉദ്ദേശം എന്നാന്ന് മനസ്സിലാക്കാൻ കഴിവ് വേണം. ജ്ഞാനികൾക്ക് ആ കഴിവ് കിട്ടിയത് എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ട്. 11-ാമത്തെ വാക്യം, അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെച്ചു. 12-ാമത്തെ വാക്യം, ഹേറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ പോയി. അവർക്ക് എന്നാ കിട്ടി? അവർ യേശുവിനെ ആരാധിച്ചപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് കിട്ടി. ഹേറോദോസ് ഒരു ചതിയനാണ്, അവിടെ ചെന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ആരാധന കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചറിവ് കിട്ടി. അവിടെ എഴുതിയിട്ടുണ്ട്, കിട്ടിയോ? മുന്നറിയിപ്പ് കിട്ടി. അത് ശരിയാവില്ല, ഇങ്ങോട്ട് പോയാൽ ശരിയാവില്ല, അങ്ങോട്ട് പോയാൽ ഒരു അപകടമുണ്ട് എന്നവർക്ക് മുന്നറിയിപ്പ് കിട്ടി. എപ്പോഴവർക്ക് മുന്നറിയിപ്പ് കിട്ടിയത്? പ്രാർത്ഥിച്ചപ്പം, ആരാധിച്ചപ്പോൾ, പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. മുന്നറിയിപ്പ് കിട്ടിയതനുസരിച്ച് അവർക്ക് മനസ്സിലായി ഹേറോദോസ് ആരാധിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല, പുള്ളിയുടെ ഉദ്ദേശം കറക്റ്റല്ല, ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള പ്ലാനാണ്. മുന്നറിയിപ്പ് കിട്ടി. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല തിരിച്ചറിവുകളും മുന്നറിവുകളും കിട്ടട്ടെ. ചില കാര്യങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ആ വ്യക്തി ശരിയല്ല, ആ വ്യക്തിയുടെ മനോവിചാരം ശരിയല്ല, ആ വ്യക്തിയുടെ ഇടപാട് ശരിയല്ല, ഇതൊന്നും നല്ലതിനല്ല, പുള്ളിക്ക് എന്തോ ചതിയുണ്ട്, പുള്ളി കൂടെ നിൽക്കുന്നത് എൻ്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കാനാ. എപ്പോഴാ ജ്ഞാനികൾക്ക് പോലും പിടികിട്ടിയത്? പ്രാർത്ഥിച്ചപ്പോഴാണ്, ആരാധിച്ചപ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും മക്കളെയും ഒക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണം. കാരണം അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴാണ് അത് ശരിയല്ലല്ലോ, ഇങ്ങനെ പോയാൽ ശരിയാവൂലല്ലോ, എൻ്റെ പഠിത്തം പുറകോട്ട് പോകുമല്ലോ, ഇത് ഒരു ലക്ഷ്യത്തിലെത്താൻ സാധ്യതയില്ലല്ലോ, ഇങ്ങനെ പോയാൽ ചില മുന്നറിവുകളും തിരിച്ചറിവുകളും ആരാധനയിലാണ് കിട്ടുന്നത്, പ്രാർത്ഥനയിലാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്തിക്കേ. എല്ലാവരും ശ്രദ്ധിച്ചോ ഈ വാക്യം? ഹേറോദോസ് രാജാവ് എന്നാ നല്ല വർത്താനം പറഞ്ഞേ. നിങ്ങൾ പോയേച്ച് വരുമ്പോൾ വന്നേച്ച് എന്നോടും കൂടെ ഒന്ന് പറയണം, ഞാനും കൂടെ പോയി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ പോവുക, എന്നെ ഞങ്ങളെ അറിയിക്കണം. പക്ഷെ മനസ്സ് ശുദ്ധമായിരുന്നില്ല. ജ്ഞാനികൾക്കത് പിടികിട്ടി. ഇത് പിടികിട്ടാനുള്ളൊരു കഴിവ് എനിക്കും നിങ്ങൾക്കും വേണം. കൂടെ നിന്ന് ചതിക്കുന്നവരെ നിങ്ങളുടെ പിള്ളേർക്ക് മനസ്സിലാകാൻ പറ്റണം. നിങ്ങളുടെ പിള്ളേരൊക്കെ പഠിക്കുന്നത് കോളേജ്, സ്കൂളിൽ, അവിടെ ഇവിടെയൊക്കെ വിവിധ രാജ്യങ്ങളിലാണ്. കൂടെ നിന്ന് ചതിക്കാതിരിക്കണമെങ്കിൽ ഈ കഴിവ്, ദൈവ കഴിവ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ ഈ തിരി പോലെ കത്തി 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 തീർന്നതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ഈ തിരി നടുക്ക് നിന്ന് ഉരുക്കുമായിരുന്നല്ലോ എന്ന്. ഈ തിരി നടുക്ക് നിന്നുകൊണ്ട് ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പം പറഞ്ഞാൽ ഈ തിരിക്ക് മനസ്സിലാവില്ല. കുറേ കഴിയുമ്പോൾ പിടികിട്ടും. അപ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു, ഉരുകി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു. നേരത്തെ മനസ്സിലാക്കാനൊരു കഴിവ് ലഭിക്കും, മുന്നറിവുകൾ ലഭിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക്, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, യുവതി യുവാക്കൾക്ക് പോകേണ്ട വഴി എന്നാ ചെയ്യണ്ടേന്ന് ഒരു നല്ല മുന്നറിവും തിരിച്ചറിവും നിങ്ങൾക്ക് കിട്ടട്ടെ. ഇതേ കാര്യത്തിന് ഇവിടെ വിഷമിക്കുന്നവരുണ്ട് കേട്ടോ. ആ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. എന്നിട്ടിത് പ്രാർത്ഥിച്ച്, ഇത് എനിക്ക് മാത്രം പോരാ, ഇത് ഓരോരുത്തർക്കും വേണം.
നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല. എത്ര ഉപദേശിച്ചാലും ചിലപ്പോൾ നമ്മളെ കുറ്റം പറയും. എന്തിനാ എന്നെ എപ്പോഴും ഉപദേശിക്കുന്നത്, എന്നോടെന്തിനാ എപ്പോഴും പറയുന്നത്, എനിക്കിതൊക്കെ അറിയത്തില്ല, നിങ്ങളെക്കാൾ ബുദ്ധി എനിക്കുണ്ട്, നിങ്ങളെക്കാൾ ലോകപരിചയം എനിക്കുണ്ട്. അവർക്ക് തന്നെ തിരിച്ചറിയാനൊരു കഴിവ് വേണം. ജ്ഞാനികൾ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതേ വഴിക്ക് തിരിച്ചു പോയി എന്നല്ല, മറ്റൊരു വഴിക്ക്, നിങ്ങൾക്കും നിങ്ങളെ ലക്ഷ്യത്തിലെത്തുന്ന മറ്റൊരു വഴിയിൽ ചാടി കയറിക്കൊള്ളണം. നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് എത്തുന്ന മറ്റൊരു വഴിക്ക് ചാടി കയറിക്കൊള്ളണം. ഹല്ലേലൂയ. ഇത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെടും. ചില സാഹചര്യങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല അറിവുകളും അനുഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഈ വർഷത്തിൻ്റെ അവസാന വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. 5-ാം തീയതി മുതൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണ്, ഒരു മാസമാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മക്കൾ രക്ഷപ്പെട്ട് കാണാനാണ്. ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്ന പലരും, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരും, അധ്വാനിക്കുന്നതും സ്വന്തം ശരീരം കളഞ്ഞും, ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സ്വന്തം ശരീരം കളഞ്ഞും സ്വന്തം സൗന്ദര്യം പോലും ശ്രദ്ധിക്കാതെ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിക്കുന്നത് ഒത്തിരി പേരുടെ ആഗ്രഹം. എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി, എന്നിട്ട് മരിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ ഒത്തിരി കാരണമുണ്ട്. നമ്മളൊരു വിത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെയാണ് ഓരോരുത്തരുടെയും പേരുകളൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമാണ്. എത്ര പേര്, എത്ര മക്കൾ ഒത്തിരി ഉഴപ്പി നിന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറിപ്പോയെന്നറിയാവോ? പല സ്ഥലങ്ങളിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേരിൽ, അത്രയോ ചെറുപ്പക്കാരിൽ, കുഞ്ഞുങ്ങളിൽ, യുവതി യുവാക്കളിൽ നല്ല മാറ്റങ്ങളുണ്ടായ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഈ പാത്രത്തിൽ ഇങ്ങനെ ആളുകളുടെ പേരെഴുതി വച്ച് എന്നും പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണെന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ എഴുതി വെച്ച ഒരമ്മയുടെ മകളെക്കുറിച്ച്, ആ അമ്മയ്ക്കിഷ്ടം മകളെ നേഴ്സാക്കണമെന്നാണ്. എൻ്റെ അമ്മ എപ്പോഴും മകളോട് പറയുമായിരുന്നു, ഈ നേഴ്സായി ഏതെങ്കിലും രാജ്യത്ത് പോയി ഈ വീടിനെ രക്ഷിക്കണമെന്ന് പറയായിരുന്നു. മകൾക്കാണെങ്കിൽ എയർ ഹോസ്റ്റസ് ആകാനാണ് ഭയങ്കരമായ ഇഷ്ടമുണ്ട്, നല്ല പൈസ ചിലവുണ്ട്. അങ്ങനെ അവർ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നാണ് പറഞ്ഞു. കഴിഞ്ഞ വർഷമല്ല, ഇതൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിന് മുമ്പുള്ള നാളുകളിൽ എഴുതിയിട്ട മകൾ പ്രാർത്ഥിച്ചു, എനിക്ക് എയർ ഹോസ്റ്റസായി ജോലി ചെയ്യാൻ പറ്റണം, അത് പഠിക്കണം. അവരെയൊന്നും നമ്മളാരും അറിയുന്നവരല്ല. പക്ഷേ ആ അമ്മ തൻ്റെ മകളെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞ് ആ മകൾ പഠിച്ച് ആഗ്രഹിച്ചതുപോലെ എയർ ഹോസ്റ്റസായി ജോലിയിൽ പ്രവേശിച്ചു, നന്നായി പോകുന്നുണ്ട്. എന്ത് കാര്യം. അപ്പോൾ അമ്മ പറയുമായിരുന്നു, ഇതിനുള്ള സാമ്പത്തികം നമുക്കില്ലല്ലോ, ഇതിനുള്ള സാഹചര്യം നമുക്കില്ലല്ലോ, എങ്ങനെ ഇത് ശരിയാകുന്ന, ഇത്രയും പൈസ ലോൺ എടുത്താൽ എങ്ങനെ ശരിയാകും? നമ്മളൊരു കാര്യത്തിന് വേണ്ടി സത്യസന്ധമായാണോ പ്രാർത്ഥിക്കുന്നത്, അത് അനുഗ്രഹമായത് മാറും. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും. ഞങ്ങളുടെ ഈ ദേശത്തിലെ ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ എത്ര അനുഗ്രഹം ഉണ്ടെന്നറിയാമോ? എത്ര ദൈവാനുഗ്രഹമായ, എത്ര പേര് മദ്യപാനം നിർത്തിയെന്നറിയാവോ? എത്ര പേര്. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒത്തിരി മദ്യപാനികളുണ്ടായിരുന്നു. മദ്യപാനികൾ ഇവിടെ മിക്ക ആഴ്ചകളിലും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഞാൻ ഓടിപ്പോയിട്ടുണ്ട്. ഇന്ന് ഇത്ര ഒച്ചയും വഴക്കും, എന്നാ ഇവിടെ ആരാ വഴക്കുകളുണ്ടാകുമായിരുന്നു. എത്ര മദ്യക്കുപ്പിയും ബീറിൻ്റെ കുപ്പിയും എല്ലാം ഇവിടെ, ഈ സിഗരറ്റിൻ്റെ പാക്കറ്റൊക്കെ ഈ ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്ര ചാക്കിനകത്ത് പെറുക്കാൻ പാകത്തിനുണ്ടായിരുന്നു. അവിടെയുള്ള ഓടക്കുഴിയിലൊക്കെ ഇവിടെ എല്ലാം മദ്യപിക്കുക. ഇവിടെ നിന്നൊക്കെയോ വന്ന ആളുകൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ വന്ന് കുടിച്ച് ആ കുപ്പി അവിടെ ഇട്ടിട്ട് പോകും. എത്രയേറെ മദ്യക്കുപ്പികൾ. അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. ആ പറമ്പിന് ആളുകൾ അവിടെ ഇട്ടിട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ നിന്നൊരു ബോർഡ് പോലും വച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വലിക്കരുത്, കുടിക്കരുത്, ഒരു ബോർഡ് പോലും ഇല്ല. പക്ഷെ താഴെ കച്ചവടം നടത്തുന്ന ആളുകൾ പോലും പറയുന്നുണ്ട്, മറ്റു മതത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെയുള്ള ഒരുപാട് മനുഷ്യർ തന്നെ അങ്ങ് മാറി. എത്ര പേരുടെ മക്കളാണ്
പഠിച്ച് ഓരോ നിലയിലെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിച്ച് അനേകർ തകർച്ചയിലേക്ക് പോയി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അനേകർ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോയി രക്ഷപ്പെട്ടു, സമാധാനത്തോടെ ജീവിക്കുന്നു. സമൃദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ദൈവം ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ വന്നപ്പോഴേ പലർക്കും ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ ഒച്ചയാണ്, ഭയങ്കര ബഹളമാണ്, ഇതെന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ പറഞ്ഞവരൊക്കെയും ഇന്ന് ഈ ആലയത്തിൻ്റെ ആത്മമിത്രങ്ങളായി മാറി, ഭയങ്കര സൗഹൃദമായിട്ട് മാറി, ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ വരുന്നവരായി മാറി. വിമർശിക്കുന്നവർ, കളിയാക്കുന്നവർ ഈ ശുശ്രൂഷയുടെ ഭാഗമായി മാറി എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഉപദേശം കൊണ്ടൊന്നുമല്ല കേട്ടോ, ഇവിടെ പ്രവർത്തിക്കുന്നൊരു ദൈവാനുഭവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുവാണ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ജനുവരി മാസം 5 മുതൽ ഫെബ്രുവരി മാസം 6 വരെ എല്ലാ ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഗുണം ചെയ്യും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു 1-ാം തീയതി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. പേരും നിങ്ങളുടെ ഓരോ മകൻ്റെയോ മകളുടെയോ അവരെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങളോ നിങ്ങളുടെ സ്വപ്നങ്ങളോ എഴുതി വയ്ക്കണം. അതിൻ്റെ എഴുതി വെച്ച ഒരു ഭാഗം ഈ ആലയത്തിൽ വയ്ക്കും, അപ്പുറത്തെ ഭാഗം അത് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ ആ പേരും ആ കുഞ്ഞുങ്ങളുടെ നിയോഗവും നിങ്ങളുടെ വേദപുസ്തകത്തിനകത്ത് വച്ച് നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന വചനത്തോട് ചേർത്ത് വെച്ച് 1 മാസം പ്രാർത്ഥിക്കുക. 10 മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവർ രക്ഷപ്പെടണം, അനുഗ്രഹമുള്ള ഒരവസ്ഥയിൽ അവരെ എത്തിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കുറവ് നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും പേനയൊരു വെഞ്ചരിച്ച് കൊടുക്കും, പുസ്തകവും വെഞ്ചരിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഒരു പരീക്ഷ ഒരുക്ക ധ്യാനം. ഇത് പരീക്ഷ ഒരുക്കമല്ല, 10 മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവർ എത്തേണ്ടിടത്ത് സേഫായിട്ട് എത്താൻ അവർക്കൊരു അനുഗ്രഹമായി, നിങ്ങളുടെ വീടിന് നിങ്ങളുടെ മക്കൾ പിള്ളേരൊരു അനുഗ്രഹമാകണം. ഹല്ലേലൂയ എന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനത് വായിക്കാൻ പോവുകയാണ്. ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഒന്ന് വായിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം, അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. ഇത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഇച്ചിരിയുടെ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതിൻ്റെ ഹെഡിങ് ഇതാണ്: അഹറോന്റെ കയ്യിലിരിക്കുന്ന ഒരു ബദാം വൃക്ഷത്തിൻ്റെ കമ്പ്. ബദാം വൃക്ഷത്തിൻ്റെ കമ്പ് അത് അകത്ത് വെക്കുന്ന ചെടിയാണോ പുറത്ത് വയ്ക്കുന്ന ചെടിയാണോ? ഇൻഡോർ പ്ലാനറ്റ് ആണോ ഔട്ട്ഡോർ പ്ലാനറ്റ് ആണോ? അത് നമുക്ക് 2 തരം ചെടികളുണ്ട്. ഇൻഡോർ പ്ലാനറ്റ് ഉണ്ട്. എയർപോർട്ടിൽ ചെന്നാൽ ഒരുപാട് ചെടികൾ, നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ചെടികൾ കെട്ടിടത്തിനകത്ത് വെച്ചിരിക്കുക, ഒരു കുഴപ്പമില്ല. അതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ്. അത് പുറത്തോട്ടെടുത്ത് വെച്ചാൽ പെട്ടെന്ന് അത് വാടി, അതിന് വെയിൽ പറ്റത്തില്ല. എന്നാൽ ചില ചെടികൾ ഔട്ട്ഡോറാണ്. ഇതിനകത്ത് പറയുന്നത് ഇൻഡോർ പ്ലാനറ്റ് അല്ല, ഇത് ഔട്ട്ഡോർ പ്ലാനറ്റ്. ഇത് പുറത്തൊക്കെ നടുന്ന ഒരു വൃക്ഷത്തിൻ്റെ കമ്പാണ്. പക്ഷെ അത് അകത്ത് വേര് പിടിച്ചു. ഞാനത് വായിക്കാം. അത് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ വാക്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഉറക്കെ വായിക്കാം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗോത്രത്തിന് 1 വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിൽ നിന്ന് 12 വടി വാങ്ങി ഓരോന്നിലും പേരെഴുതുക. 3-ാമത്തെ വാക്യം, ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹറോന്റെ പേരെഴുതുക. ഒരു വടിയേല്, ഒരു കമ്പേല് എന്തെഴുതണം? അഹറോന്റെ പേരെഴുതുക. അന്നത്തെ കാലത്ത് പേനയൊന്നും ഇല്ലാത്ത കാലമാണ്, പ്രത്യേക രീതിയിൽ എഴുതുന്ന കാലമാണ്. ഇന്നത്തെ പോലെ വേഗത്തിൽ അങ്ങോട്ട് അടപ്പൂരി എഴുതാൻ പറ്റുന്ന കാലമല്ല. പക്ഷെ എഴുതി പറഞ്ഞിരിക്കുവാണ്, ഒരു വടിയെടുത്ത് അതിൽ അഹറോൻ എന്ന് എഴുതി വയ്ക്കുക. ചുമ്മാ പറഞ്ഞാൽ പോരെ, എഴുതി വയ്ക്കണം. ആ കൊണ്ടുവച്ച സ്ഥലം ശ്രദ്ധിക്കണം. എവിടെ കൊണ്ട് വച്ചെന്ന് എഴുതിയിട്ടുണ്ട്?
നാലാമത്തെ വാക്യം, സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിന് മുമ്പിൽ. കൃത്യസ്ഥലത്ത് കൊണ്ട് അടുക്കള വെക്ക്, നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ വെച്ചോ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലത്ത് ആ ചില്ലിട്ട് അലമാരിക്കാതിരിക്കട്ടെ എന്നല്ല, ഇത് വെക്കേണ്ട വച്ച സ്ഥലം ശ്രദ്ധിക്കണം. സ്ഥലം ഭയങ്കര പ്രധാനപ്പെട്ടതാ. പേരെഴുതി സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ നീ അവ വെക്കണം. ഇതൊക്കെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാത്രമൊക്കെ ഇവിടെ വെച്ച്. ഓരോ ബോക്സുകൾ കാണുന്നുണ്ട്. അത് എന്നും വചനം പറയുന്ന പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഓരോന്നും കൊണ്ടുപോയി വയ്ക്കുക. കൃത്യം എഴുതിയിട്ടുണ്ട്, സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ അത് നീ കൊണ്ടുപോയി വയ്ക്കണം. അഞ്ചാമത്തെ വാക്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. അതന്നും ഇന്നും സത്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം നല്ലതായിട്ട് വരുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസ്വസ്ഥനായി കുറ്റം പറഞ്ഞു, അവർ രക്ഷപ്പെട്ടു, പുള്ളി എങ്ങനെയാണ് രക്ഷപ്പെട്ടെ, പുള്ളിയുടെ ഫാദറൊക്കെ അങ്ങനല്ലേ, അയ്യോ പുള്ളി അവരൊക്കെ ഒരിക്കലും രക്ഷപ്പെടിയാലാത്ത കുടുംബമാണ്, എന്തോ കള്ളക്കടത്തുണ്ടല്ലേ, രക്ഷപ്പെടുവോ. നമ്മളിങ്ങനെ എന്തൊക്കെയോ പറയും. ഒരാൾ വീട് വെക്കുമ്പോൾ പറയും, എന്തോ കള്ളക്കടത്തോ ഏതോ പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് വീട് വെച്ചതെന്ന്. ചുമ്മാ പറയരുത്. ഒരു കാര്യവും നമ്മൾ നേരിട്ട് കാണാതെയും അറിയാതെയും പറയരുത്. ഇതായിരിക്കും അതിൻ്റെ ഒരു കാരണം. അവർ രക്ഷപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു കാണും. നിങ്ങളും നമ്മളും ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ പിശുക്ക് കൂടാതെ മടി കൂടാതെ ചെയ്യണം. നമ്മളാണെ പറയത്തില്ല, പിന്നെ ഒരു വടി കൊണ്ട് ഒരു കമ്പ് കൊണ്ടുപോയി ആ സാക്ഷ്യപേടത്തിന് മുമ്പിൽ വെച്ചാൽ ഇപ്പം അങ്ങ് അത്ഭുതം നടക്കുമല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരല്ലേ, ബുദ്ധിയുള്ളവരല്ലേ, ഇതൊക്കെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഇതിനെ വിമർശിക്കാനും ഒരുപാട് പേരുണ്ടാകാം. ഞാൻ ഈ പറയുന്ന കാര്യവും ഇതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും പറയുവാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി എല്ലാ ദിവസവും വചനം പറയുന്ന ഈ സ്ഥലത്ത് വയ്ക്ക്. ഇഷ്ടമില്ലാതെ ആയാലും ഇഷ്ടമുള്ളതായ ഒരു ഉറക്ക ഗുളിക കഴിച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് ആ ശരീരത്തിലുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങാൻ തുടങ്ങും. അയ്യോ ഞാൻ ഇഷ്ടമില്ലാതെ കഴിച്ചത്, അതുകൊണ്ട് ഉറക്കം ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചു പോയോ അതിൻ്റെ ഗുണം അവിടെ ഉണ്ടാവും. ഇതുപോലെ നിങ്ങളും ചില കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേര്, മൂത്തയാളുടെ, രണ്ടാമത്തെ ആളുടെ, മൂന്നാമത്തെ ആളുടെ പേരെഴുതി അവിടെ വയ്ക്കുക. നിങ്ങളുടെ വീട്ടിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ മേശപ്പുറത്ത് ആ പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥന പറയുമ്പോൾ, വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് നിയോഗവും അവിടെ പറയണം. മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഇച്ചിരി അറിവായ പിള്ളേരോട് ചോദിക്കണം, എന്താ ആഗ്രഹം എഴുതി വയ്ക്കണം. എന്നിട്ട് നിങ്ങൾ അറിവുള്ളവർ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ, കർത്താവേ, എൻ്റെ മൂത്ത മകൻ, എൻ്റെ മകൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ആ വീട്ടിൽ ആ മുറി കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കണം. അത് കിളിർക്കും. എന്ത് കാര്യവും നമ്മൾ സത്യസന്ധമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു വടി കിളിർത്തെങ്കിൽ ആ ആഗ്രഹവും കിളിർക്കും, ആ സ്വപ്നവും കിളിർക്കും. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അതെത്തും. ഹല്ലേലൂയ. എഴുതിയിട്ടുണ്ട്, ഞാൻ തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. അപ്പം എല്ലാ വടിയും കിളിർക്കില്ല. എല്ലാം വലിയ കഴിവുകൊണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരാ, അത് കിളിർക്കണമെന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞ് വലിയ ആളാണെന്ന് പറഞ്ഞ് നടന്നവർ പലരും എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ എവിടെ എത്തിയേലെന്ന് പറഞ്ഞവരൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. 10 മാർക്ക് കണ്ട് മാത്രം സന്തോഷിക്കരുത്. മാർക്ക് മാത്രമല്ല ഒരാളെ എത്തിക്കുന്നത്, അവൻ്റെ മേൽ വരുന്ന അനുഗ്രഹം കൂടിയാണ്. അതാണ് അവനെ കിളിർപ്പിക്കുന്നത്, വേര് പിടിപ്പിക്കുന്നത്. ഒന്നും കൂടെ ആ വാക്യം ഉറക്കെ വായിച്ചേ. ഞാൻ തെരഞ്ഞ് എടുക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്, സെലക്ട് ചെയ്യും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം എടുക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തെ ദൈവം തെരഞ്ഞെടുക്കും. ദൈവ പദ്ധതിയുള്ള ഒരാളാണോ നിങ്ങൾ കിളിർത്തിരിക്കും. നിങ്ങൾ കിളിർത്തിരിക്കും.
ദൈവം തെരഞ്ഞെടുക്കുന്നവൻ്റെ, ഞാൻ തെരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇനി 7-ാമത്തെ വാക്യം വായിച്ചേ. സാക്ഷ്യകൂടാരത്തിൽ കർത്താവിന്റെ മുൻപിൽ മോശ വടികൾ വെച്ചു. എല്ലാ വാക്ക് ശ്രദ്ധിച്ചേ. മോശ അത് കേട്ട് ആ വടി കൊണ്ടുപോയി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആ അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചു എന്നാണോ? അവർ കിടക്കുന്ന റൂമിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചു എന്നാണോ? കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പേരെഴുതി വച്ചത് സാക്ഷ്യകൂടാരത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ മോശ ആ വടി കൊണ്ട് വെച്ചു. ഇതൊരു സാക്ഷ്യകൂടാരമാണ്. ഇത് ദൈവവചനം പ്രസംഗിക്കുന്ന സ്ഥലമാണ്. അനേകരെ ദൈവമക്കളാക്കിയ സ്ഥലമാണ്. ഇവിടെ ഒരു കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. 365 ദിവസവും ഞാനിവിടെ നിൽക്കാറുണ്ട്. എല്ലാ ദിവസവും ദൈവകൃപയിൽ മുടങ്ങാതെ കിളിർക്കും. നല്ല ഉറപ്പുണ്ട്, കിളിർക്കും. ഇന്നതെങ്ങനെ ഉണക്കപടി പോലെ ആയിരിക്കുന്നതിലും മാറ്റം ഉണ്ടാവും. കിളിർക്കും. കാരണം അത് സാക്ഷ്യകൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയാ ഞാൻ വച്ചത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 8-ാമത്തെ വാക്യം. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിലേക്ക് ചെന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച സ്ഥലത്ത് ചെല്ലണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കുന്ന പോലെ വരണം, ചെല്ലണം. അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് കിളുക്കായിരിക്കും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കല്ലേ. ഞാൻ എഴുതി വെച്ച സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. മോശ സാക്ഷ്യകൂടാരത്തിൽ ചെന്നു. അവിടെ ചെന്നു. നിങ്ങളും വരണം, നിങ്ങളും ചെല്ലണം. ഇവിടെ വരണമെന്നല്ല, എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദൈവതുല്യരായ ചില മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്, ദൈവ മനസ്സുള്ള ചിലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമുഖമുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ പറയില്ല, ദൈവമുഖമുള്ള ചിലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനസ്സുള്ള ചില ദൈവമനുഷ്യർ എവിടെയോ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ചെല്ലണം, സമയം മാറ്റിവെച്ച് ചെല്ലണം. അതൊരനുഗ്രഹമായിട്ട് മാറും. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിൽ ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുള പൊട്ടി. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് എവിടെ? ഇത് ഇൻഡോർ പ്ലാനറ്റ് ആണോ ഔട്ട്ഡോർ പ്ലാനറ്റ് ആണോ? ഇത് താഴെ എഴുതിയിട്ടുണ്ട്. ഇതെന്തായി മാറിയെന്ന്. ബദാം വൃക്ഷം, ബദാം പഴങ്ങൾ കായ്ച്ചു എന്നാണ്. അപ്പം ബദാമിൻ്റെ ഒരു കമ്പായിരുന്നേ. ബദാം ഒരിക്കലും, ആ മരം ഒരിക്കലും ഇൻഡോർ പ്ലാനറ്റ് അല്ല. അതകത്ത് വയ്ക്കത്തില്ല. പ്ലാവ് മാവൊക്കെ നിൽക്കുന്ന പോലെ പുറത്ത് നിൽക്കുന്ന ഒരു മരമാണ്. അതിനെ പെരയ്ക്കകത്ത് കയറ്റി വെച്ചാൽ അത് വളരത്തില്ല. അത് ഔട്ട്ഡോർ പ്ലാനറ്റാണ്. ഈ ബദാം ഇൻഡോർ പ്ലാനറ്റ് അല്ല. അത് വളരാൻ പറ്റിയ ഒരു സാഹചര്യവും അവിടെയില്ല. മണ്ണില്ല, അതിനെ പറ്റിയ വെളിച്ചമില്ല, അതിനെ പറ്റിയ മണ്ണില്ല. പക്ഷെ എന്നാലും ദൈവം അതിനെ വളർത്തി. നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, വളരാൻ പറ്റുന്ന സാഹചര്യമൊന്നും അല്ലല്ലോ എൻ്റേത്, ഉയരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമൊന്നും അല്ലല്ലോ, എനിക്ക് ഒരു ലോണ് പോലും കിട്ടാത്ത സ്ഥലത്താണല്ലോ ഞാൻ നിൽക്കുന്നത്, എനിക്ക് എങ്ങനെ പഠിക്കും, എങ്ങനെ രാജ്യത്തെത്തും, എങ്ങനെ വിജയിക്കും, എങ്ങനെ ജോലി കിട്ടും? പറ്റുന്ന സാഹചര്യത്തിൽ അല്ലേ പോലും ദൈവ സാന്നിധ്യത്തിൽ നിർത്തിയതിനെ ദൈവത്തിനറിയാം അതിനെ കിളിർപ്പിക്കാൻ, ദൈവത്തിനറിയാം അതിനെ വളർത്താൻ, ദൈവത്തിനറിയാം അതിനെ പുഷ്പം കൊണ്ടുവരാൻ, ദൈവത്തിനറിയാം അതിൽ ഫലം കായ്ക്കാൻ. അതിന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതൊക്കെയല്ലേ നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഈ ബദാമിൻ്റെ കമ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബദാമിൻ്റെ തൈ എന്നല്ല, നഴ്സറിയിൽ നിന്ന് മേടിച്ച തൈ കൊണ്ട് നട്ടൊന്നല്ല. ബദാം മരത്തിൻ്റെ കമ്പ്, ഒരു പ്ലാവിൻ്റെ കമ്പ് കൊണ്ട് ഇവിടെ വെച്ചാൽ കിളുക്കുവോ? ഇവിടെ ഇരുന്ന് വാടിപ്പോകത്തേ ഉള്ളൂ. യാവിച്ച് ഇവിടെ ഇരുന്ന് അത് മണ്ണിക്കൊണ്ടുപോയി നട്ടാൽ പോലും കിളുക്കില്ല. അതിന് വേര് വേണം. വേര് പോലും ഇല്ലാത്ത ബദാം കമ്പ് അവിടെ ഇരുന്നിട്ട് വല്ലോ മാറ്റം ഉണ്ടായോ? വായിച്ചേ. മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ബദാം എത്ര ദിവസം കൊണ്ട്? ഒറ്റ ദിവസം കൊണ്ട്. നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാൻ ഒറ്റ ദിവസം മതി. ഒറ്റ ദിവസം, ഈ ഒരു ഒറ്റ പകല് മതി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ 10 വർഷമൊന്നും വേണ്ട. ഒരൊറ്റ പ്രാർത്ഥന മതി, ഒരൊറ്റ ആരാധന മതി, ഒരൊറ്റ വിശ്വാസം മതി. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ ദിവസം, പിറ്റേ ദിവസം, ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം നടന്ന കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ 100 പേരിൽ 1000 പേര് പറഞ്ഞൊന്നിരിക്കട്ടെ, ഒന്നും നടക്കുകയില്ല, ഒന്നും ശരിയാകുകയില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാണോ ആ പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചത്,
അതത് വളർന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബദാം പഴങ്ങൾ കായ്ച്ചു. എന്നിട്ട് അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്, അത് പറിച്ചു എന്ന്. ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ ഒരു പുതിയ വർഷം നമ്മൾ ചെയ്യാൻ പോവുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യം ഇന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ചിലരുടെ മക്കൾ അവരെടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ്. അവർ ഉണങ്ങിപ്പോകാനാണ് തുടങ്ങുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരും നഷ്ടപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ഇതൊക്കെ പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരാളും തകർന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ മക്കൾ, ഒരാൾ പറയുവാണ്, ഞങ്ങളുടെ അയൽവാസികളെല്ലാം കൂടി സ്റ്റേഷനിൽ അയാളുടെ മകനെതിരെ ഒരു പരാതി കൊടുത്തു. ഞാൻ ചോദിച്ചു, ആ മകൻ എത്ര വയസ്സുണ്ട്? ആകെ 21 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അയൽവാസികൾക്കെല്ലാം പേടിയാണ്. അതുകൊണ്ട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, പക്ഷേ അവൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയുണ്ടെന്ന് പറഞ്ഞ സ്ത്രീകൾ ഒരുമിച്ച് കൂടി സ്ഥലത്തെ സ്റ്റേഷനിൽ ഒരു പരാതി. അവരെ ഇവിടുന്ന് മാറിപ്പോകാൻ സാറ് പറയും, ഇവിടെ സ്ഥലം വിട്ടു പോകാൻ പറയും ഇവരോട്. അയാളുടെ മകനെ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമാണ്, പേടിച്ചിട്ട് വീട്ടിലിരിക്കാൻ പറ്റത്തില്ലെന്ന്. 21 വയസ്സുള്ള മകനെ നാട്ടുകാർ പേടിക്കുന്നു. സ്റ്റേഷനിൽ പരാതി വരുന്നു, പോലീസ് വിളിപ്പിക്കുന്നു, നോട്ടപ്പുള്ളിയാകുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലീസ് നോട്ടപ്പുള്ളിയാക്കി എന്ന് കേൾക്കാനിടയാകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു, മാർക്ക് നേടി, വിജയിച്ചു. അവർ എടുക്കേണ്ട കോഴ്സുകൾ എടുത്ത് പഠിച്ച് കരയോ കടലോ കടന്ന് അല്ലെങ്കിൽ എത്തേണ്ട ഒരു കസേരയിൽ ഇരിക്കേണ്ട പോലെ ഇരിക്കാൻ പാകത്തിന് അവർ എഴുന്നേറ്റ് രക്ഷപ്പെട്ടു വരണം. കുറേ കാശല്ല, കുറേ വലിയ കെട്ടിടമല്ല നമ്മളെ വളർത്തുന്നത്. ദൈവാനുഗ്രഹമുള്ളൊരു തലമുറയാണ് ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഇത് കൂടുതലായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കൂടുതലായി പ്രാർത്ഥിക്കണം. ഇത് പല സ്ഥലത്തും പ്രയാസങ്ങളുണ്ട്, പല പ്രതിസന്ധികളുണ്ട്. മക്കളെ ഓർത്ത് ഭയമുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. ഉണ്ടോ? നിങ്ങളെക്കാൾ നല്ല ബുദ്ധിയുണ്ട്. എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ ബുദ്ധി? നിങ്ങൾ പറയുന്നതിനേക്കാൾ 10 മടങ്ങ് അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. എന്ത് കാര്യവും, നിസ്സാര വിഷയം, നിങ്ങളുടെ ഫോണിനെക്കുറിച്ച് തന്നെ നിങ്ങൾക്കാണോ അറിയാവുന്നത്? നിങ്ങളുടെ അധികം ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഫോണിനെക്കുറിച്ച് അറിവുള്ളതാർക്കാ? മുട്ടയിൽ വലിഞ്ഞു പോകുന്ന കൊച്ചു വരെ വേണേൽ ലോക്ക് മാറ്റി ഫോൺ നമ്മുടെ തരും. 50 വയസ്സായ ആൾക്കാർക്ക് അറിയില്ല യൂട്യൂബ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന്. അറിയത്തുണ്ടാവില്ല. ഇതെങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല. എനിക്ക് പോലും പല കാര്യങ്ങളും അറിയത്തില്ല. നന്നായി ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്കറിയത്തില്ല. പക്ഷേ ഫോണൊക്കെ ഉണ്ട്, വലിയ ക്യാമറയുള്ള ഫോണുണ്ട്. പക്ഷേ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനറിയാം നമ്മൾ ചെയ്യുന്നേക്കാൾ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ. ആ ഫോണിലെ മിക്ക ചെറിയ പ്രശ്നമൊക്കെ ആ കൊച്ചു പരിഹരിച്ചു തരും. നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരുടെ ബുദ്ധി മാത്രമല്ല, അവർക്ക് വേണ്ടത് ദൈവ സാന്നിധ്യത്തിൽ അവർ വളരുമ്പോൾ അത് ഫലം കായ്ക്കാനിടവരും. ഹല്ലേലൂയ. അപ്പം നിങ്ങളെല്ലാവരോടും ഇത് പറയുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നും കൂടെ എല്ലാവരും കേട്ടെ. ഇത് വലുതായത് ബദാം മരമാണ്. ബദാം അപ്പോൾ കൊണ്ടവച്ചത് എന്നതാ? ബദാം വൃക്ഷത്തിൻ്റെ ഒരു കമ്പ്. ബദാം വൃക്ഷത്തിൻ്റെ നിങ്ങളിവിടെ ചെയ്യുന്നത് എന്നതാ? ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര്, അവരുടെ 1, 2, 3 നിയോഗങ്ങൾ, ആവശ്യങ്ങൾ അത് എഴുതിയിടുകയാണ്. അത് ബദാം മരത്തിൻ്റെ കമ്പ് വെട്ടിയെടുത്തി ദൈവസാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചതുപോലെയാണ്. അതിൽ ഈ വർഷവും പ്രാർത്ഥിക്കണം, അടുത്ത വർഷവും പ്രാർത്ഥിക്കണം, അടുത്തതിൻ്റെ പിന്നത്തെ വർഷവും പ്രാർത്ഥിക്കണം. ഉറപ്പാണ് അതിൽ ബദാം പഴങ്ങൾ കായ്ച്ചിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരനുഗ്രഹമാകത്തക്ക വിധം അവർ അനുഗ്രഹമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊക്കെ നടച്ച് നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്, എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോൾ മുതൽ പ്രാർത്ഥിക്കണം? 1 വയസ്സാകുമ്പോൾ മുതലാണോ? അല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ അവരൊരു അനുഗ്രഹമാകാൻ ആ ഉദരത്തിൽ കൈകൾ വച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണം.
കൊച്ചു പള്ളി വന്നാൽ കരയും, ധ്യാനത്തിന് കൊണ്ടുവന്നാൽ ഓടി നടക്കും. കൊണ്ടുവരാതിരിക്കരുത്. അവർ എവിടെ ഇരുന്നോ, മുറ്റത്തിരുന്നോ, കാപ്പിക്ക് സൈഡിലിരുന്നോ, താഴെയിരുന്നോ, കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ. അവർ അറിയാതെയെങ്കിലും ആരാധനയോടെ പാടുന്ന പാട്ടിൻ്റെ ശബ്ദമാണ് അവരുടെ ഹൃദയത്തിൽ എത്തുന്നത്. അതുപോലും അനുഗ്രഹമാണ്, അതുപോലും അനുഗ്രഹമാണ്, അതുപോലും അനുഗ്രഹമാണ്. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, ഇതുപോലൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലൊക്കെ ആരാധിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ തലകുലുക്കി സമ്മതിച്ചില്ലേലും എവിടെയോ അവരുടെ ഹൃദയത്തിൻ്റെ ബുദ്ധിയുടെ ഹാർഡ് ഡിസ്കിൽ സേവ് ആകുന്നുണ്ട്, അത് സേവ് ആകുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവർ വിമർശിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടക്കും. അവർ നല്ല നിലയിൽ എത്തുമ്പോൾ അവർ അവരുടെ തലമുറയോട് പറയും, ഈ ആരാധനയുടെ ശക്തി എന്താണെന്ന്, പ്രാർത്ഥനയുടെ ബലം എന്താണെന്ന്. പ്രാർത്ഥിച്ച് തകരാനല്ല, പ്രാർത്ഥിച്ച് കൂപ്പുകുത്താനല്ല, പ്രാർത്ഥിച്ച് കയറി വരണം, പ്രാർത്ഥിച്ച് ഉയർന്നു വരണം, പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു വരണം, യാതൊരു സാക്ഷ്യമായി മാറണം. ആരും നമ്മളെ നോക്കി പറയരുത്, അവർ കുറേ വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും അവർ കിടക്കുന്ന കണ്ടില്ലേ, ഒരു വീഴാറായ കെട്ടിടത്തിലാണെന്നല്ല പറയാൻ ഇടവരേണ്ടത്. പ്രാർത്ഥിച്ച് പണ്ടവർ താമസിച്ചുകൊണ്ടിരുന്ന വീഴാറാകായ ഒരു വീട്ടിലാണേൽ ഇന്നവർ കിടക്കുന്നത് എന്തു നല്ല വീട്ടിലാണെന്ന് പറയത്തക്ക വിധം 10 പേരും നാട്ടിലും ദേശത്തും പള്ളിക്കാരും പഞ്ചായത്തിൽ പോലും പറയത്തക്ക വിധം നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം. കേവലം ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞ ഒരു വാക്കുകൾ മാത്രമല്ല, ഇതൊക്കെ സംഭവിക്കൂ. ദൈവ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി വച്ചത് ബദാം മരത്തെ വെട്ടിയെടുത്ത ഒരു കമ്പാണ്. കൊണ്ടുപോയി നട്ടത് മണ്ണിലല്ല, സാക്ഷ്യപേടകത്തിന്റെ മുമ്പിലാണ്. അല്ല കർത്താവേ, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. മണ്ണില്ലാതെ, വളവില്ലാതെ, സാഹചര്യമില്ലാതെ അതെങ്ങനെ വളർന്നു, അത് ഫലം കായ്ച്ചു, ഒരിക്കലും പിടികിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായി ദൈവത്തിന് അതിനെ വളർത്താൻ പറ്റും, ദൈവത്തിന് അതിനെ ഉയർത്താൻ പറ്റും, ദൈവത്തിന് അതിനെ രക്ഷിക്കാൻ പറ്റും. എത്രമാത്രം നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കൊരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ടൊരു നിമിഷം നിങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിർത്തിയത് കേട്ട കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കാനൊന്നുമല്ല, പക്ഷെ കേട്ട കാര്യങ്ങൾ മാഞ്ഞു പോകാത്ത വിധത്തിലൊന്ന് എഴുതിക്കേ. എന്തിനാണെന്നറിയാവോ? കണ്ണുകൾ അടച്ച് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനോട് നമ്മൾ ചേർന്നിരിക്കുന്നോ അതായി മാറും. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നേ. എന്തിനോട് ചേർന്നിരുന്നോ? എപ്പോഴും പോയി ആ മീൻ മാർക്കറ്റിൽ പോയിരുന്ന് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ മീൻ മാർക്കറ്റിൽ പോയിരുന്ന് നോക്കിക്കേ. വീട്ടിൽ ചെല്ലുമ്പോൾ ആ മീനിൻ്റെ ഉളുമ്പ് മണം വസ്ത്രത്തിലും ശരീരത്തിലും എല്ലാം ഉണ്ടാവും. കാരണം അപ്പോൾ വീട്ടിലുള്ളവർ ചോദിക്കും, ഈ വസ്ത്രത്തിന് മുഴുവൻ മീനിൻ്റെ ഭയങ്കര ഉളുമ്പ് മണമാണല്ലോ. രാവിലെ 8 മണി തൊട്ട് ഈ പുള്ളി അവിടെയാണ് നിന്നേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടയ്ക്ക പറിക്കാൻ പോയി നോക്കിക്കേ. അടയ്ക്ക പറിക്കാനോ കാപ്പി പറിക്കാനോ മുളക് പറിക്കാനോ ഒക്കെ നമ്മൾ എന്താണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ അടയ്ക്കയാണ് ആ കവുങ്ങിൻ്റെ, കാപ്പിയാണ് കാപ്പിയുടെ, മുളകാണ് മുളകിൻ്റെ ആ ഒരു ഗന്ധം നമ്മുടെ ശരീരത്തും നമ്മളുടെ വസ്ത്രത്തിലും പറ്റിപ്പിടിക്കും. എപ്പോഴും ഇറച്ചി വിൽക്കുന്ന ഇറച്ചിക്കടയിൽ പോയി നിന്ന് നോക്കിക്കേ, ആ ഇറച്ചിയുടെ മണം നമുക്ക് കിട്ടും. എപ്പോഴും പശുവിനെ വളർത്തുന്ന ഒരാളുടെ ശരീരത്ത് പശുവിൻ്റെ മണം കാണും. എപ്പോഴും പാലൊക്കെ കറന്ന് പശുവിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി നടക്കുന്ന ആളുടെ ശരീരത്ത് അതിൻ്റെ സ്മെല്ലാണ്. എപ്പോഴും റബ്ബർ വെട്ടുന്ന ഒരാളുടെ ശരീരത്ത് റബ്ബറിൻ്റെ മണമാണ്, പാലിൻ്റെ മണമാണ്, ഒട്ടുപാലിൻ്റെ മണമാണ്, ഷീറ്റിൻ്റെ സ്മെല്ലാണ്. എന്തിനോടാണോ ചേർന്നിരിക്കുന്നത്, ഒന്നും ചെയ്തില്ലേലും അതിൻ്റെ ഇഫക്റ്റ്, അതിൻ്റെ ഗുണം നമുക്കും കിട്ടും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ദൈവത്തോടാണോ ചേർന്നിരിക്കുന്നത്? നിങ്ങൾ ദൈവീക കാര്യങ്ങളോടാണോ അടുത്തിരിക്കുന്നത്? എല്ലാ ദിവസവും നിങ്ങളുടെ വീടുകളിൽ മുഴങ്ങുന്നത് 1 മിനിറ്റോ 5 മിനിറ്റോ ദൈവത്തിൻ്റെ വചനമാണോ? ഒന്നും ചെയ്തില്ലേലും അതിൻ്റെ ഒരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു ഗുണം ആ വീട്ടിൽ നിറഞ്ഞു വരും. അത് നിങ്ങളുടെ പിള്ളേർക്ക് ലഭിക്കും. അത് തലമുറ. അതുകൊണ്ടാണ് പറഞ്ഞു, എൻ്റെ ആയുസ് എത്തുന്നത് വരെയല്ല,
ആയുസ്സെത്തി കഴിഞ്ഞാലും തലമുറയായി നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിക്കണേന്നൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ആയുസ്സെത്തി എൻ്റെ ശരീരം പെട്ടിക്കകത്ത് വെക്കുന്നത് വരെയല്ല, എൻ്റെ ആയുസ് കഴിഞ്ഞ് തലമുറയായി നിലനിൽക്കുന്ന അനുഗ്രഹം തന്ന് എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടിയത്? എന്തിനാ കുഞ്ഞെ പയറിൻ്റെയോ പാവലിൻ്റെയോ പടവലത്തിൻ്റെയോ ഒക്കെ വിത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ നനച്ചു കൊടുക്കുന്നത്, വെള്ളമൊഴിക്കുന്നത്? അത് കിളിർക്കാനാണെങ്കിൽ എന്തിനാ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഇങ്ങനെ കരമുയർത്തി ആരാധിക്കുന്നത്? ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ വെള്ളമൊഴിക്കുന്നത്, ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കരമുയർത്തുന്നത്, വിശ്വസിക്കുന്നത് അത് ഉണങ്ങാനല്ല, അത് കിളിർക്കാനാണ്. അത് കിളിർക്കും. ബദാം വൃക്ഷത്തിൻ്റെ ഒരു കമ്പെടുത്ത് സാക്ഷ്യ കൂടാരത്തിൻ്റെ, ഞാൻ നിങ്ങൾക്ക് ദർശനം നൽകുന്ന സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കുക. അല്ല, അതെങ്ങനെ കിളിർക്കും? അവിടെ മണ്ണില്ല, വേരില്ല, സൂര്യപ്രകാശം കിട്ടില്ലല്ലോ. അല്ല കർത്താവേ, ഇത് ഔട്ട്ഡോർ പ്ലാനറ്റ് ആണല്ലോ, ഇത് പുറത്തൊക്കെ വട്ട കിളിക്കുന്ന ഒരു മരമാണല്ലോ, അത് ഇൻഡോർ പ്ലാനറ്റ് അല്ലല്ലോ. എയർപോർട്ടിലൊക്കെ ഇരിക്കുന്ന വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലൊക്കെ അകത്തിരിക്കുന്ന ചെടി അല്ലല്ലോ ഈ മരം. പിന്നെ ഇത് അകത്ത് വെച്ചാൽ കിളുക്കുമോ? കിളുക്കാൻ പറ്റിയ സാഹചര്യമൊന്നും അല്ലേലും ഒരു വെളിച്ചവും കിട്ടാത്ത, വളമില്ലാത്ത, മണ്ണുമില്ലാത്ത ഒരു സ്ഥലത്താ ചെന്ന് ദൈവസാന്നിധ്യത്തിൽ വച്ചത്. ദൈവത്തിനറിയാം അതിനെ ഒരു അനുഗ്രഹമാകത്തക്ക വിധം വളർത്തിയെടുക്കാൻ. എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതിന് വിദ്യാഭ്യാസം കൊടുക്കാൻ സാഹചര്യമില്ലല്ലോ. ദൈവത്തിനറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു അനുഗ്രഹം. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? തലമുറകൾക്ക് വേണ്ടി, പിള്ളേർക്ക് വേണ്ടി മാത്രമല്ല ഇത് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ബദാം വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടി വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബവും ഒന്ന് രക്ഷപ്പെടണമെന്നായിരിക്കും, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണമെന്നായിരിക്കും, എനിക്ക് ഇന്ന രാജ്യത്ത് പോകാൻ വിസ ശരിയാകണമെന്നായിരിക്കും, എൻ്റെ ഇന്ന ലൈഫിൽ ഇന്ന കാര്യം നടക്കണമെന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എഴുതി വെച്ച കാര്യങ്ങളൊന്നും നഷ്ടമാകത്തില്ല കേട്ടോ. അതിന്മേൽ വെള്ളം ഒഴിക്കുന്നത് പോലെ അതിന്മേൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അതിന്മേൽ ഇപ്പോൾ ആരാധിക്കുകയാണ്, അതിന്മേൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. മടുപ്പ് കൂടാതെ, ക്ഷീണം കൂടാതെ ആ ഉയർത്തിയ കരങ്ങളോടെ എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി അധരം തുറന്ന് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാ അധരങ്ങളെയും തുറന്ന് ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ബദാം വൃക്ഷത്തിന്റെ കമ്പ് സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ വെച്ചപ്പോൾ അത് കിളിർത്തതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഓരോന്നും ഫലം ചൂടി വരും, അതൊരു അനുഗ്രഹമായിട്ട് വരും. ശബ്ദമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഇൻ ജീസസ്. കരമടിച്ചൊന്ന് പാടാമോ? സാധ്യമേ എന്നേശുവൻ കൂടെയുള്ള, ചെന്ന് പാടിക്കേ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി ഒന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തി. ചെന്ന് പാടുമോ? അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാത്തിൽ ഭൂതങ്ങളാൽ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാത്തിൽ ഭൂതങ്ങളാൽ ദൈവം എന്നെ നടത്തുന്നു. അതുകൊണ്ട് സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കൊലുങ്ങുകയില്ല. ചേർന്ന് പാടുമോ? പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കൊലുങ്ങുകയില്ല. ഇനി ബുദ്ധിക്കതീതമാമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. പാടുമോ? ബുദ്ധിക്കതീതമാമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ. കരമുയർത്തി പാടുമോ? സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. പാടിക്ക്. സാധ്യമേ, എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. കരങ്ങൾ താഴ്ത്തി അടിച്ച് സത്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തി. ചെന്ന് പാടിയേ. അസാധ്യമായി എനിക്കൊന്നുമില്ല,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാറ്റിൽ പുറങ്ങളെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാറ്റിൽ പുറങ്ങളെ ദൈവം എന്നെ നടത്തുന്നു. അതുകൊണ്ട് സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. 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 ആ കരങ്ങളൊക്കെ ഒന്ന് താഴ്ത്തി കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടച്ച് നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങൾ മറക്കല്ല. കാരണം ഒരു മെഴുകുതിരി, അതിൻ്റെ തിരിയിരിക്കുന്നത് അതിൻ്റെ നടുക്കാണ്. പക്ഷെ ആ മെഴുകിനെ മുഴുവൻ ഉരുക്കി കളഞ്ഞത് ആ നടുക്കിരിക്കുന്ന തിരിയാണ്. ജീവിതത്തിലും ചിലപ്പോൾ അങ്ങനെയാണ്. ജീവിതത്തിലും ചിലപ്പോൾ നമ്മളൊക്കെ ഒത്തിരി 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 സ്നേഹിച്ച് ഭയങ്കരമായിട്ടങ്ങ് വിശ്വസിച്ച് അന്ധമായി വിശ്വസിച്ച് നമ്മളൊക്കെ ജീവിതത്തിലേക്കെടുത്ത് ആ സെൻട്രൽ വയ്ക്കും. പിന്നെ ദൈവത്തിനൊന്നും സ്ഥാനമില്ല. അതാണ് ചില നാളുകൾ കഴിയുമ്പം നമ്മുടെ ജീവിതത്തെ കരഞ്ഞ് കരഞ്ഞ് ഉരുക്കി ഉരുക്കി ഇല്ലാതാക്കുന്നത്. ഹെരോദോസ് എന്നെ നല്ല സോപ്പിട്ട വാക്കാ പറഞ്ഞേ, നിങ്ങൾ ശിശുവിനെ ആരാധിച്ച് വരുമ്പോൾ എന്നെ കൂടി കൊട്ടാരത്തിൽ വന്നൊന്ന് അറിയിക്കണോ? അല്ല, എന്തിനാ അത്? എനിക്കും പോയി ആരാധിക്കണ്ടേ, എനിക്കും വേണ്ടേ അനുഗ്രഹം. ഹോ, എന്നാ നല്ല പഞ്ചാര വാക്കാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോയി ആരാധിച്ചപ്പോൾ ജ്ഞാനികൾക്ക് മനസ്സിലായി. പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിടികിട്ടി, ആ രാജാവിൻ്റെ മനസ്സ് ശുദ്ധമല്ല, പുള്ളി ഒരു ചതിയനാണ്. തിരിച്ചാ റൂട്ടിൽ പോയാൽ ഒരു അപകടം ഉണ്ടാവും. അതുകൊണ്ട് സ്വപ്നത്തിൽ അവർക്കൊരു മുന്നറിവ് കിട്ടി. ഒരു ഒരു എന്താ തിരിച്ചറിവ്, ഒരു ഓർമ്മപ്പെടുത്തൽ. ആ വന്ന വഴിക്ക് പോകണ്ട, വേറെ വഴിക്ക് പോയിക്കോളാൻ. ഇവിടെ ഇരുന്ന് നിങ്ങളോടും ചിലപ്പോൾ ദൈവം പറയും, ആ വഴി ശരിയല്ല, ആ വഴി മാറിപ്പോക്കോ. കൂടെ നിന്ന് ചതിക്കുന്നവരെ ദൂരേന്ന് മനസ്സിലാക്കാൻ കഴിവ് വേണം. എല്ലാം അങ്ങ് തകർന്ന് തരിപ്പണമായി ജീവിക്കാനൊരു വഴിയില്ലാണ്ടാകുമ്പോഴല്ല ഇതൊക്കെ ഓർക്കേണ്ടത്. നേരത്തെ ബദാം വൃക്ഷത്തിൻ്റെ കമ്പ് കൊണ്ടുപോയി നഴ്സറി നട്ടു എന്നല്ല, സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ അതിലൊക്കെ ഒരു പേരൊക്കെ എഴുതിയാ കൊണ്ട് വച്ചേ. അല്ല, അത് ഔട്ട്ഡോർ പ്ലാനറ്റ് അല്ലേ, ഇൻഡോർ പ്ലാനറ്റ് അല്ലല്ലോ കർത്താവേ. അത് പെരയ്ക്കകത്തൊക്കെ വെക്കുന്ന ചെടി അല്ലല്ലോ ബദാം. അവിടെ വെച്ചാൽ ഇത് കിളിർക്കുവോ? ഇതൊക്കെ നമുക്ക് തോന്നും ഒന്നും ശരിയാവില്ലെന്ന്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാണെന്ന്. അല്ല, വിശ്വാസത്തോടെ കൊണ്ടുപോയി വയ്ക്ക്. അത് ഔട്ട്ഡോർ പ്ലാനറ്റ് ആകട്ടെ, ഇൻഡോർ പ്ലാനറ്റ്, ഇതൊക്കെ പിടികിട്ടിയോ? നമ്മൾ ഫ്ലൈറ്റ് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ ഹോട്ടലൊക്കെ പോകുമ്പോൾ നല്ല ചെടികളൊക്കെ റൂമിനകത്ത് ഒക്കെ വച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഡോർ പ്ലാനറ്റുകളാണ്. അതകത്ത് വച്ചാലും ആ ഉള്ള വെളിച്ചത്തിൽ അത് വളർന്നോളും. പക്ഷെ ബദാം മരം ഒരിക്കലും ഒരു ഇൻഡോർ പ്ലാനറ്റ് അല്ല. പക്ഷേ ഇപ്പോൾ ഇൻഡോർ പ്ലാനറ്റ് നടന്ന പോലെ അകത്താണ് കൊണ്ട് വച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അതിൽ മാറ്റം ഉണ്ടായി. നിങ്ങളും പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് കയ്യിലെടുത്തേ. സ്ഥലത്തിൻ്റെ പ്രമാണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സനുവദിക്കൊന്ന് കയ്യിലെടുത്തേ. ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അത് ഈ സമാഗമ കൂടാരത്തിൽ വയ്ക്കട്ടെ. പിള്ളേരുടെ പേരൊക്കെ ഒന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചേ. ശ്രേഷ്ഠതയാർന്ന പദവിയും മാന്യതയും ദൈവം തരുമെന്ന് വിശ്വസിച്ചേ. പാസ്പോർട്ടൊക്കെ ഇടയോ, ഇതെല്ലാം ഇനി ഈ വിസയൊന്നും വരില്ലല്ലോ, ഇതെല്ലാം റിജക്റ്റായി അല്ല, അത് കിളിർക്കൂന്നേ. അതിൽ വിസ വരും. അതിൽ മുറുക്കെ പിടിച്ച്, അതിൽ കോപ്പി ആയിരിക്കാം, ഫോണിലായിരിക്കാം, അന്ന് മുറുക്കെ പിടിച്ച് പറ,
ബദാം മരത്തിൻ്റെ കമ്പ് നട്ട് സാക്ഷ്യകൂടാരത്തിൽ വെച്ചത് കിളിർത്തെങ്കിൽ ഇത് ഞാനിവിടെ വയ്ക്കുവാണ്. എനിക്കൊരു വീടില്ല, ഞങ്ങളുടെ വീടിങ്ങനാണ്, സാഹചര്യം പ്രതികൂലമാണ്, സാരമില്ല, അത് കിളിർക്കും, അത് കിളിർക്കും. അത് കിളിർക്കുമെന്ന് മാത്രമല്ല, 4 ഇലയായി ഉണങ്ങിപ്പോകുന്നല്ല, അത് ഫലം കായ്ക്കും, അത് ഫലം കായ്ക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, എല്ലാവരോടും ഇത് പ്രസംഗിക്കുന്നത്, ഇതെല്ലാവർക്കും വേണ്ടിയാ പറഞ്ഞേ ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും ദൈവം തരും. ശുശ്രൂഷയെ നിൽക്കുന്നവരോട് അത് പറയാം, ശ്രേഷ്ഠതയാർന്ന പദവികൾ നിനക്ക് തരും. ജോലി ചെയ്യുന്നവരോട്, പഠിക്കുന്നവരോടൊക്കെ പറയാം, ഇപ്പം നിനക്കൊരു വിലയില്ല, ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയുക, ശ്രേഷ്ഠതയാർന്ന പദവികൾ, മാന്യതയൊക്കെ ദൈവം നമുക്ക് തരും. അതുകൊണ്ടൊക്കെ അല്ലേ ശ്രേഷ്ഠരായ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ ഭാഗ്യമുണ്ടായത്. ഞാൻ എവിടെ കിടന്ന ഒരാളാണ്, ഒരു ചീഞ്ഞ മനുഷ്യനാണ്, ഒരു പൊട്ട സ്ഥലത്തുനിന്ന് വന്നതാണ്, തകർന്നു തരിപ്പണമായതാണ്. ഒന്നിനും ഒരിക്കലും ഞാൻ രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞിരുന്നതല്ല. ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഉണ്ടായിരുന്നത്. എല്ലാ വിധത്തിലും പരാജയപ്പെട്ടു പോയ ഒരു പാത്രം പോലെ പൊട്ടിപ്പോയ മനസ്സും സ്വഭാവവും ശരീരവും മനസ്സുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വചനം സത്യമാണ്. ബദാം മരത്തിന്റെ കമ്പ് കിളിർത്തെങ്കിൽ കുഞ്ഞെ നിന്റെ ജീവിതവും കിളിർക്കും, നിന്റെ ജീവിതവും കിളിർക്കും. ശ്രേഷ്ഠതയാർന്ന പദവികളെ ദൈവം തരും. ഓടി നടക്കാൻ ഭാഗ്യം തരും, ഓടി നടക്കാൻ. എവിടെ ചെന്നാലും 4 പേര് ബഹുമാനിക്കത്തക്ക വിധം, അതിന്റെ പേരാ ശ്രേഷ്ഠതയാർന്ന പദവി. പാടുമോ? പദവികളും മാന്യതയും. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് രണ്ടും പാടാൻ വേണ്ടിയല്ല, ശ്രേഷ്ഠതയാർന്ന പദവികൾ നിനക്ക് കിട്ടും, നിന്റെ പിള്ളേർക്ക് കിട്ടും, പള്ളി കിട്ടും, നാട്ടിൽ കിട്ടും, ദേശത്ത് കിട്ടും. അവഗണിക്കപ്പെട്ട സ്ഥലത്തു തന്നെ മാനിക്കപ്പെടും. മാന്യതയും തന്നു. ഒന്നുകൂടെ പറയുമോ? പദവികളും മാന്യതയും തന്നു. നീനച്ചതിലും മേൽത്തരമായി ഓഴിൽ നിർത്തിയല്ലോ. പാടിയേ. നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് കേട്ടെ. മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾക്ക് ശ്രേഷ്ഠമായ പദവികൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കൾ മാന്യമായ ഒരു സ്ഥലത്ത് എത്തട്ടെ. എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉചിതമായ സമയത്ത് വിവാഹം നടക്കണം, ഉചിതമായ സമയത്ത് വീട് വയ്ക്കണം, ഉചിതമായ സമയത്ത് വാഹനം മേടിക്കണം, ഉചിതമായ സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ നടക്കണം. എപ്പോഴേലും നടന്നിട്ട് കാര്യമില്ല, ഉചിതമായ സമയത്ത് നടക്കണം. നല്ലതുപോലെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം വേണം, സമാധാനത്തോടെ ജീവിക്കാൻ ഭാഗ്യം വേണം. എവിടെയെങ്കിലുമൊക്കെ നാണം കിട്ടുപോയോ? എവിടെയെങ്കിലുമൊക്കെ വാടിപ്പോയോ? ചെമ്പുന്നാൾ പോലെ. ഓ, അവരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? അവരൊക്കെ ഞങ്ങളെക്കുറിച്ച് എന്നായിരിക്കും ചിന്തിക്കുക? പോയത് പോട്ടെ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും ദൈവം എനിക്ക് തരും. നല്ല വീട് തന്ന് ശ്രേഷ്ഠമായ പദവികളും മാന്യതയും ദൈവം തരും. നല്ല ജീവിതം തന്ന് സ്ഥാനക്കയറ്റം നൽകി, കുടുംബത്തിനകത്ത് സമാധാനം നൽകി, സ്വസ്ഥത നൽകി, 10 പേര് നോക്കത്തക്ക വിധമുള്ളൊരു ജീവിതം നൽകി, ശ്രേഷ്ഠമായ പദവികളും മാന്യതയും തന്നു. നീ പദവികളും മാന്യതയും തന്നു. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? ശബ്ദം ഉയർത്തി പാടിയേ. പദവികളും മാന്യതയും. ഇത് ആഗ്രഹിക്കുന്നവർ സ്വല്പം കൂടി ശബ്ദം ഉയർത്തി പാടി. പദവികളും മാന്യതയും തന്നു.
തന്നോന്നേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും ഒന്ന് ആ കരം ഉയർത്തി പിടിക്കാമോ? എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ശുശ്രൂഷക്കാരും ഒന്ന് പ്രാർത്ഥിച്ചേ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും ഈ നിയോഗം എഴുതി വെച്ചവർക്ക് കൊടുക്കണമെന്ന് വിത്ത് നട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് ഈ പ്രാർത്ഥന. കരം കമഴ്ത്തി പിടിച്ചു പറഞ്ഞേ, പദവികളും മാന്യതയും തന്നോനേ. ഒച്ചത്തിൽ പറഞ്ഞ് പദവികളും മാന്യതയും. ആ കരം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നിങ്ങളുടെ ജീവിതത്തെ മനസ്സിൽ കണ്ട് ജോലി ചെയ്യുന്ന സ്ഥലം, പഠിക്കുന്ന കോളേജ്, പഠിക്കുന്ന സ്ഥലം, നിങ്ങളുടെ പിള്ളേരുടെ പേര്, അവരുടെ മുഖമൊക്കെ മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞ് ശ്രേഷ്ഠമായ പദവികളും മാന്യതയും എനിക്ക് തരും. ഇതൊക്കെ പറയാൻ കാരണം എന്നറിയാമോ? എന്നോട് പലരും പറഞ്ഞത് രക്ഷപ്പെടിയല്ലെന്നാണ്. എന്നോട് പലരും പറഞ്ഞത് നീ ഗതി പിടിക്കുകയല്ലെന്നാണ്. എന്നോട് പലരും പറഞ്ഞത് നിനക്കെന്തോ ശാപമുണ്ടെന്നാണ്. എന്നോട് പലരും പറഞ്ഞത് നീ തകർന്നു പോകുമെന്നാണ്. പക്ഷെ ഈ വചനം ഒന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മരത്തിൻ്റെ കമ്പ് വെട്ടിക്കൊണ്ടുപോയി സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് കിളിർത്ത് അത് ഫലം ചൂടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ പറ, എനിക്ക് ശ്രേഷ്ഠമായൊരു പദവികളും മാന്യതയും ദൈവം എനിക്ക് തരും. എവിടെയും നാണം കെട്ടു പോകാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞേ, ശ്രേഷ്ഠതയാ പദവികളും മാന്യതയും തന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞത് ഇവന് മലയാളം പോലും എഴുതാൻ അറിയത്തില്ല, ഇവൻ രക്ഷപ്പെടുകയില്ലെന്നാണ്. എന്നെ അറിവുള്ള എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞത് നിനക്കെന്തോ ശാപമുണ്ട്, നീ അതുകൊണ്ട് കിളച്ചു പിടിക്കുകയല്ലെന്നാണ് പറഞ്ഞത്. നിനക്കെന്തോ ഭാഗ്യക്കേടുണ്ട്, നീ രക്ഷപ്പെടുകയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല നടന്നത് ഈ പാടിയതാണ്. എവിടെയൊക്കെ ശ്രേഷ്ഠമായ മാന്യതയും ശ്രേഷ്ഠമായ പദവികളും സമൂഹത്തിൽ ഉന്നതരായ ആളുകളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും. ഇത് സത്യമാണ് അമ്മമാരെ, ഇത് സത്യമാണ് അപ്പച്ചന്മാരെ, ഇത് സത്യമാണ് യുവതി യുവാക്കള്, ഇത് സത്യമാണ് ശുശ്രൂഷക്കാരെ, ഇത് പാടുന്നവരും കേൾക്കുന്നവരും കുഞ്ഞുങ്ങൾ ഓർത്ത് ദൈവം നിനക്ക് ശ്രേഷ്ഠതയുള്ള ഒരു പദവിയും മാന്യതയും തരും. ശ്രേഷ്ഠതയാ പദവികളും മാന്യതയും തന്നു നീ. നിനച്ചതിലും മേൽത്തരമായി നിർത്തിയല്ലോ. കണ്ണുകളടച്ച് ആ കരഹൃദയത്തോട് ചേർത്ത് കഴിഞ്ഞ കാലം ഓർത്തിടുമ്പോൾ, കഴിഞ്ഞ കാലമാ എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു കഴിഞ്ഞ കാലമുണ്ട്. ഞാൻ ചെയ്ത മണ്ടത്തരം, ഞാൻ ചെയ്ത തെറ്റ്, കഴിഞ്ഞ കാലം എനിക്ക് പറ്റുന്നില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കണ്ട. എന്നെ അവർ വിശ്വസിച്ച് കത്തിക്ക് വെട്ടിക്കണ്ടിക്കുന്ന പോലെ എൻ്റെ ജീവിതം മുഴുവൻ വെട്ടിക്കണ്ടിച്ച് കളഞ്ഞില്ലേ. കഴിഞ്ഞ കാലം ഓർക്കുമ്പോൾ പേടി തോന്നും. കഴിഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞു പോയത് പേടി തോന്നും. പക്ഷേ ഈ പാട്ടൊന്ന് പാടുക, കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇപ്പം നിൽക്കുന്നത് ശരിക്കും ഒരു ഭാഗ്യം. ഇതിനൊന്നും ഒരു യോഗ്യമല്ല. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യമല്ലേ. ആണോ അല്ലയോ? കഴിഞ്ഞ കാലം പാപത്തിൽ വീണവർ, ചെളിയിൽ വീണവർ, വീണുപോയവർ ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ കാലം ഓർക്കുമ്പം ഇങ്ങനെയൊന്നും നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലത്തോടെ നിർത്തിയല്ലോ. പാടുമോ? ബലഹീനനാ എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. അതുകൊണ്ട് കരമുയർത്തി, നിൻ സ്നേഹം
ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം. ചുമ്മാ പാടല്ല. സ്നേഹം ഞാൻ രുചിച്ചു. ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാലെത്ര മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിൽ എത്ര മധുരം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി നല്ല ദിവസത്തെ ഓർത്ത്, നല്ല സമയത്തെ ഓർത്ത് നന്ദി നമുക്കിരിക്കാം. ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ആയിരുന്ന പ്രിയപ്പെട്ട ഈപ്പനച്ഛനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ഇടുക്കിയിൽ വച്ചനാണ് അച്ഛനെ പരിചയപ്പെട്ടത്. എല്ലാ ദിവസവും അച്ഛൻ നമ്മുടെ ഇവിടെ നിന്നുള്ള ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകളൊക്കെ കേൾക്കുന്ന അനുഗ്രഹീത വൈദികനാണ്. ഒരു കോളേജിൻ്റെ ഉത്തരവാദിത്വമുള്ള പദവികൾ വഹിക്കുന്ന ഒരാളാണ്. മലങ്കര സഭയിലെ തിരുവല്ല ഡയസിസിലെ അച്ഛനാണ്. പ്രത്യേകം ഞങ്ങൾ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ കുടുംബത്തിലെ ഏക മകനാണ് അച്ഛൻ. അച്ഛൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.